മലമ്പുഴ ഉദ്യാനത്തിലെ പുഷ്പമേളയ്ക്ക് 23-ന് തുടക്കം. മലമ്പുഴ ഉദ്യാനത്തിൽ ആദ്യമായാണ് പുഷ്പമേള സംഘടിപ്പിക്കുന്നത്. ആഫ്രിക്കൻ മേരിഗോൾഡ്, ഫ്രഞ്ച് മേരിഗോൾഡ് ചെണ്ടുമല്ലികൾ, പെറ്റോണിയം, സാൽവിയ, വിംഗ്, സെലോസിയ, സൂര്യകാന്തി പൂക്കൾ, വിവിധ ഇനം റോസുകൾ തുടങ്ങി 35 ഇനത്തിലേറെ സ്വദേശിയും വിദേശികളുമായ പൂക്കളാണ് സന്ദർശകരെ കാത്തിരിക്കുന്നത്. DTPC സെക്രട്ടറി സിൽബത്ത് പറഞ്ഞു. പാലക്കാടൻ തനത് വിഭവങ്ങൾ ഒരുക്കിയ ഭക്ഷ്യമേള, ആദിവാസി ഗോത്രവർഗ വിഭാഗത്തിന്റെ മുളയരി വിഭവങ്ങൾ എന്നിവ പുഷ്പമേളയ്ക്ക് മാറ്റുകൂട്ടും. കൂടാതെ എല്ലാ ദിവസവും വൈകിട്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ, കലാപരിപാടികൾ അവതരിപ്പിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് പ്രത്യേക സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് സെക്രട്ടറി പറഞ്ഞു. 23 മുതൽ 28 വരെയാണ് മേള നടക്കുക. രാവിലെ 8 മുതൽ 8:30 വരെയാണ് പ്രവേശനം. പ്രായപൂർത്തിയായവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ആവശ്യക്കാർക്ക് ചെടികൾ വാങ്ങിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ടാണ് നമ്മൾ പുഷ്പമേള സംഘടിപ്പിക്കുന്നത്. പുഷ്പമേള ആരംഭിക്കുന്നത് 23-ാം തീയതി ജനുവരിയിലാണ്. സമാപനം 28-ാം തീയതിയാണ്. 23 മുതൽ 28 വരെയാണ് നമ്മൾ പുഷ്പമേള സംഘടിപ്പിക്കുന്നത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ഇറിഗേഷൻ വകുപ്പും സംയുക്തമായിട്ടാണ് ഈ പുഷ്പമേള സംഘടിപ്പിക്കുന്നത്. ഈ പുഷ്പമേള വരുന്ന സന്ദർശകർക്ക് പുതിയൊരു അനുഭൂതിയാണ് സമ്മാനിക്കുന്നത്. വിവിധ തരത്തിലുള്ള പുഷ്പങ്ങളും ഓർക്കിഡ്സുകളും പിന്നെ മറ്റുള്ള പല പുതിയ രീതിയിലുള്ള പുഷ്പങ്ങളും കണ്ട് ആസ്വദിക്കാൻ ഈ ഉദ്യാനം സന്ദർശിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം മനസ്സിലാകും. കൂടാതെ നമുക്ക് വരുന്ന സന്ദർശകർക്ക് അവിടെ നിന്നും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റോളുകൾ പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്നപ്പുറമായി വരുന്ന സഞ്ചാരികൾക്ക് ഒരു പാട്ട് പാടണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പാട്ടുപുര ഉദ്യാനത്തിനകത്ത് തന്നെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. വരുന്നവർക്ക് പാലക്കാടിൻ്റെ തനിമ നഷ്ടപ്പെടുത്താത്ത രീതിയിലുള്ള ഭക്ഷണം ക്രമീകരിക്കുന്നതിന് 5ഓളം സ്റ്റോളുകൾ, കുടുംബശ്രീയുടെ ഒരു സ്റ്റോൾ, ഇങ്ങനെ എല്ലാം നമ്മൾ വളരെ സംയുക്തമായിട്ടാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പാലക്കാട് ജില്ലയിൽ നിന്നും മറ്റ് പല ജില്ലയിൽ നിന്നും എല്ലാവരെയും മലമ്പുഴ ഉദ്യാനത്തിലേക്കും ഈ ഒരു സംരംഭം വിജയമാക്കി തീർക്കുന്നതിനും എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ചെടികൾ നമുക്ക് അവിടെ നിന്ന് സെയിൽസ് കൗണ്ടേഴ്സിൽ നിന്ന്, നഴ്സറിയിൽ നിന്ന് 11ഓളം സെയിൽസ് കൗണ്ടേഴ്സ് നമുക്കിപ്പം സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വരുന്ന സന്ദർശകർക്ക് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളവർക്കും ടിക്കറ്റ് എടുത്ത് ഉദ്യാനത്തിനകത്ത് കയറിയതിന് ശേഷം അവിടെ നിന്ന് പുഷ്പങ്ങളും കൂടാതെ പലവിധ ചെടികളും എക്സോട്ടിക്കായിട്ടുള്ള ഫ്രൂട്ടിൻ്റെ പ്ലാന്റുകളും എല്ലാം നമുക്ക് അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അത് വന്ന് വാങ്ങിക്കുകയും അതിൻ്റെ ആസ്വദിക്കുകയും ചെയ്യാവുന്നതാണ്. ഇങ്ങോട്ടേക്ക് നമ്മ പിടിക്കണ്ടേ? ഇവിടെ